ഇന്ന് ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേണാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ഹൈലൈറ്റ്. എന്ത് ഭംഗിയാണ് ഇത് ചെയ്യുമ്പോൾ എന്നറിയോ. അപ്പോൾ അതിനായിട്ട് ഒരു യാൺ എടുത്തു, വൈറ്റാണ് ഞാൻ എടുത്തത്. എന്നിട്ട് കുറച്ച് സ്റ്റിച്ച് ഇടുക, ചെയിൻ സ്റ്റിച്ച് ഇടുക. അപ്പം നമുക്ക് എത്രയാണോ, നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, ഇപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഒരു ടീപ്പോയിലേക്കുള്ള ഷീറ്റോ അങ്ങനെ ടീപ്പോയിൽ വിരിക്കാൻ വേണ്ടിയിട്ടുള്ളതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് അനുസരിച്ച് എന്താണോ എന്നുള്ളതിൻ്റെ വലുപ്പം അനുസരിച്ച് ചെയിൻ സ്റ്റിച്ച് ഇടുക. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് 3 ചെയിന് വിട്ടിട്ട് 4-മത്തതിലേക്കാണ് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പം ഡബിൾ ക്രോഷേ സ്റ്റിച്ചൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാത്തവരും ഹുക്ക് പിടിക്കാൻ അറിയാത്തവരൊക്കെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ മൊത്തമായിട്ട് ഇങ്ങനെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ചെല്ലാം നമ്മൾ ഇങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് ചെയ്ത് വരുമ്പോൾ സ്പീഡാവും കേട്ടോ. പിന്നെ ഇടയ്ക്ക് നൂല് കുടുങ്ങുക, നൂല് അതൊന്ന് വിട്ടുപോവുക, അതൊക്കെ പഠിച്ച് വരുമ്പോഴും അല്ലാതെയൊക്കെ സാധാരണയാണ്. ഏത് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ പറ്റും. അപ്പം ഈ ചെയ്ത് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് എൻ്റെ ശരിയാവണില്ല എന്നൊക്കെ തോന്നും, ഹുക്ക് കുടുങ്ങുകയാണ്, വിചാരിച്ച പോലെ ആവുന്നില്ല എന്നൊക്കെ. അതൊക്കെ ഫസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ചെയ്താണ് അത് പ്രാക്ടീസ് ആവാം. ഇപ്പോൾ ആ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. ഇനി അത് തിരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു, 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഒന്ന് ഇടവിട്ട് 2-മത്തേലൂടെ എടുത്തിട്ട് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ടൊരു ചെയിൻ ഇട്ടു. എന്നിട്ട് ഒന്ന് ഇടവിട്ടുള്ള ഗ്യാപ്പിൽ വീണ്ടും ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി ഇതേപോലെ തന്നെ 2-മത്തെ റോ ഇങ്ങനെ തന്നെ പോവുക, ഒന്ന് ഇടവിട്ടുള്ള ചെയിനിലേക്ക് ഇതേപോലെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ മേലെ എത്തുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. യാൺ ഓവർ ചെയ്ത് ഇത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ഇതുപോലുള്ള പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നോട്ട് ബുക്കിൽ സ്റ്റേപ്ലർ അടിച്ച് വെക്കുക കേട്ടോ ചെയ്യുക, ഒട്ടിച്ച് വെക്കുക ചെയ്യുക. എന്നിട്ട് അതിൽ എഴുതും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ അടുത്ത റോ തുടങ്ങുകയാണ്. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി ചെയിൻ സ്റ്റിച്ച് ഹുക്കിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ സ്കിപ്പ് ചെയ്ത് അടുത്തതിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് അതിലൂടെ ഒരു ലൂപ്പിനെ വലിച്ചെടുത്തു. പിന്നെ അടുത്ത ചെയിനിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് വീണ്ടും ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെ അടുത്തത് ഈ ഗ്യാപ്പ് ഫസ്റ്റ് വരുന്ന അതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ അവിടെയുള്ളൊരു ഗ്യാപ്പിലൂടെ ഇതുപോലൊരു ലൂപ്പ് വലിച്ചെടുക്കുക. പിന്നെ ആ വലിയ ഗ്യാപ്പ് നമ്മൾ ഒന്നിടവിട്ട് ചെയ്തില്ലേ, ആ ഗ്യാപ്പിലൂടെ ഇതുപോലെ ഹുക്ക് വലിച്ചെടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ വരുന്ന ആ ഒരു ഭാഗം ഇവിടെ കണ്ട ഒരു ഹോൾ പോലെ അതിലൂടെ ഹുക്ക് കൊണ്ടുപോയിട്ട് വലിച്ചെടുക്കുക. അങ്ങനെ ടോട്ടൽ 6 ലൂപ്പാവുമ്പോൾ നമ്മൾ യാൺ ഓവർ ചെയ്ത ആ യാണിനെ ഈ 6 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുക്കുക. അത് ഓരോ ലൂപ്പ് എടുക്കുമ്പോഴും ലൂസിൽ ചെയ്താൽ മതി, അപ്പോൾ കിട്ടും. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ഞാനവിടെ ഒരു ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും ആ ഭാഗത്തൊരു ഹോള് കാണുന്നില്ലേ, അതിലൂടെ
വീണ്ടും ഹുക്ക് കൊണ്ടുപോവുക, ലൂപ്പ് വലിച്ചെടുക്കുക. അടുത്തത് ലാസ്റ്റത്തെ ചെയ്തതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. പിന്നെ ആ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ആ ഭാഗത്തിലൂടെ കൊണ്ടുപോയിട്ട് പിന്നെ വലിയ ആ ഗ്യാപ്പിലൂടെ കൊണ്ടുപോയിട്ട് എന്നിട്ട് പിന്നെ അടുത്തത് ഇങ്ങനെ ടോട്ടൽ 6 ലൂപ്പാവുമ്പോൾ ഇങ്ങനെ എല്ലാത്തിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്ത് ഇത് ക്ലോസ് ചെയ്തു. ഇത് 1 പ്രാവശ്യം 2 പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവില്ല പെട്ടെന്ന്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ലൂപ്പും കുറച്ച് ലൂസിലിരിക്കണം. ആ ലാസ്റ്റത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുപോവുക, അതിനൊന്ന് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ടോട്ടൽ 6 ലൂപ്പ് ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു പാറ്റേൺ ആയിട്ട് വരും. ഞാൻ ഇത് ക്രോഷ്യ വർക്ക് പഠിച്ച സമയത്തൊക്കെ ഓരോ പാറ്റേണും ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് നോട്ട് ബുക്കിൽ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് അതിൽ എഴുതി വെക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ മറന്നു പോവും. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച ബുക്ക് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അതിൽ കുറേയൊക്കെ മിസ്സായി, കുറച്ച് പാറ്റേണും എഴുതി വെച്ചത് ഇപ്പോഴും ഉണ്ട്. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര നമ്മളെ ലൈഫിൽ ഓരോ ദിവസത്തെ ഓരോ തിരക്കിൻ്റെ ഇടയിലും ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒന്ന് വെറുതെ ഇതുപോലെ എന്തെങ്കിലും പാറ്റേൺ ചെയ്തിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ഒരു ഹുക്ക് ഒരു യാണ് വെച്ചിട്ടാണല്ലോ അങ്ങോട്ടും തിരിച്ച് ഓരോ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുമ്പോൾ ഓരോ പാറ്റേണായിട്ട് മാറുന്നത്. അത് ശരിക്കും ഇങ്ങനെ ഇത്രയായി വരുമ്പോഴല്ലേ കാണുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ക്രോഷ്യ ചെയ്യാന്ന് പറയുന്നതുണ്ടല്ലോ ഒരു സ്ട്രെസ് റിലീഫാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിൽ വെറുതെ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. ഓരോ പാറ്റേൺ ഓരോ മോഡൽ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും. അപ്പോൾ ഈ റോ കംപ്ലീറ്റായി. ഇനി 4ാമത്തെ റോ തുടങ്ങാൻ പോവാണ്. അതിനായിട്ട് വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ 2ാമത്തെ റോയിൽ ഒന്നിടവിട്ട് ചെയ്തില്ലേ അതേ പാറ്റേൺ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ചെയ്യുമ്പോൾ ഒന്നിടവിട്ട് ചെയ്യുമ്പോൾ ഓരോ ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു ഫ്ലവർ പോലെയല്ലേ ആ തോന്നുന്നത്. ആ ഫ്ലവറിൻ്റെ അവിടെ നടുക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അതിലൂടെയാണ് ഒന്നിടവിട്ടിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടു, ആ ഹോളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി അടുത്ത ഹോള് നമുക്കങ്ങനെ വലിച്ചാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അടുത്തതിൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇട്ടു. അടുത്തതിൽ ആ ഹോളാണ്. അങ്ങനെ ആ റോയും കംപ്ലീറ്റ് ചെയ്യുക. ഇത് മഫ്ലർ ഉണ്ടാക്കാം, അതുപോലെ ചെറിയ ടീപ്പോയിൽ ഇങ്ങനെ വിരിച്ചിടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ വെറുതെ ഒരു ഷീറ്റ് നമ്മൾ എന്താ പറയുക ഫോൺ കവറൊക്കെ ആയിട്ട് ചെയ്യാനൊക്കെ ഇത് നല്ല ഭംഗിയുണ്ടാവും. ഫോൺ കവർ, ലാപ്ടോപ്പ് കവർ, അങ്ങനെയൊക്കെ. ലാപ്ടോപ്പ് കവറൊക്കെ ആകുമ്പോൾ കുറച്ച് വലുതാണ്. അപ്പം അത് കംപ്ലീറ്റായി. ഇനി അടുത്ത റോ മറ്റേ ഫ്ലവർ പോലെയുള്ള ഭാഗം ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പം ചെയ്ത് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. പറ്റാത്തതായിട്ടൊന്നുമില്ല. ഇത് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇതുപോലൊരു
ചെറിയൊരു ചതുരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അപ്പം ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ ഈ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഏത് ഏജ് ഗ്രൂപ്പാണെന്നുള്ളതും കൂടെ എനിക്ക് ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒന്ന് കമൻറ്റിലൂടെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഇത് കാണുന്നത് എന്നുള്ളത്, നിങ്ങൾ എത്ര വയസ്സാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുമോ. അപ്പം നിങ്ങളെ റിലേറ്റീവ്സ് ഇതുപോലെ ക്രാഫ്റ്റ് ക്രോഷ്യ വർക്കൊക്കെ ഇഷ്ടമുള്ളവർ ഉള്ള റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്.